ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സൺ ടാൻ മാറാനുള്ള ഒരു കിടിലൻ റെമഡിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ കിച്ചണിലുള്ള ഈ കുറച്ച് ഐറ്റംസ് മാത്രം മതി നമുക്ക്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണിത്. നോക്കൂ, ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ഒരു കഷ്ണം അലോവേര. ഇതെന്ന് വെച്ചാൽ ഇതെല്ലാം വേണ്ട, നമുക്കൊരു ചെറിയ പീസ് മതി. നമ്മൾ അവിയലിനും സാമ്പാറിനും ഒക്കെ അരിയുമ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് വീതം മാത്രം എടുത്താൽ മതി. പിന്നെ അലോവേര നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്നും ഒരു കഷ്ണം മുറിച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഓരോ പീസ് വീതം നോക്കൂ. ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഒരു ചെറിയ പീസ് എടുത്തു. അതേപോലെ തന്നെ നമ്മൾ തക്കാളി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ്, ഉരുളൻകിഴങ്ങ് നമ്മൾ ഒരു പീസ് എടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴയുടെ ലീഫും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതാണ്ട് നമ്മുടെ കിഴങ്ങിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്കത് അരഞ്ഞു കിട്ടും. നമ്മൾ കഷ്ണമാക്കി ഇടുകയാണെങ്കിൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും, ചെറിയ കഷ്ണങ്ങളൊക്കെ ബാക്കി വരും. ഇതാകുമ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മൾ ഇത് നന്നായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്പൂണ് തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചുകൊണ്ട് നമുക്ക് ഒരു തരി പോലും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്കങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഈ പേസ്റ്റ് മാത്രം ആകുമ്പോൾ ഇതിൻ്റെ ജലാംശം എല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് ഇതിലെ ജ്യൂസ് ഒന്ന് ഒലിച്ചിങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ മാത്രം ആഡ് ചെയ്ത് ഇത് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അത് ആഡ് ചെയ്യുന്നത്. പക്ഷേ അത് നല്ല സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂണ് കടലമാവ്, അതാകുമ്പോൾ നല്ല പേസ്റ്റായിട്ട് നമ്മുടെ ജലാംശം നമ്മുടെ ശരീരത്തിൽ തന്നെ പിടിക്കും, പുറത്തേക്ക് പോകില്ല. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഞവരയരിയുടെ പൊടിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഏത് പായ്ക്കിനകത്തായാലും ഞവരയരി ഇല്ലാത്ത ഒരു കാര്യമില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് ഞവരയരി. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞവരയരി മാത്രമല്ല, അത് ഞാൻ ഞവരയരിയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇരട്ടി മധുരമില്ലേ, അതും കൂടി ചേർത്തിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് 1/2 സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അത് ടച്ചിങ്സ് ഒന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ കടലമാവ് മാത്രം ചേർത്താൽ മതി. മറ്റേത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞങ്ങൾ ചേർത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട. കടലമാവും ബാക്കിയുള്ള തക്കാളിയും ക്യാരറ്റും അതേപോലെ നമ്മുടെ കിഴങ്ങ്, ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ കടലമാവ് മാത്രം ചേർത്താലും മതി. ഇതെൻ്റെ കയ്യിലിത് സ്ഥിരമായിട്ടുണ്ട്. അത് ഞാൻ ഏത് പായ്ക്കിനകത്ത് ഞാനത് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഞവരയരിയും കൂടെ ചേർത്തത്. ഇതിത്രയും നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നല്ല മാറ്റമാണ് കേട്ടോ. നന്നായിട്ട് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് പുരട്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചിട്ട് ഇതൊരു 10-15-20 മിനിറ്റോളം ഞാനിത്
ഈ ഡ്രൈ സ്കിന്നുള്ളവർ കടലമാവ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ കൂടി ഒരു തുള്ളി ഒരു ഡ്രോപ്പ് ഒഴിച്ചേക്കണം ഡ്രൈ സ്കിന്നുള്ളവർ. അല്ലെങ്കിൽ ഈ കടലമാവ് വെച്ച് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാവും നമ്മുടെ ദേഹത്ത്. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടില്ല, ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ വാഷ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത അത്ര പെട്ടെന്ന് അങ്ങോട്ട് അറിയുമോയെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ദേവന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. അവന് വെയിലത്തൊക്കെ പോയിട്ട് അപ്പം നല്ല അടിപൊളി വ്യത്യാസമാണ് അവന് ഉണ്ടാകുന്നത്. അവന് തന്നെ അത്ഭുതം വന്ന് കഴിഞ്ഞ ആഴ്ച ഞാനിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം അവൻ തന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി കാണിച്ചു. പറയുന്നത് ഇത്ര വ്യത്യാസം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അത് അവന് സമ്മതിക്കല്ല, അല്ലെങ്കിൽ അവനെ പിടിച്ചിരുത്തി ഞാനൊന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിക്കാൻ. പിള്ളേരൊന്നും സമ്മതിക്കില്ലെന്നേ. നമ്മൾ പിന്നെ എൻ്റെ പൊന്നൂസ് ഒരു ദിവസം കൈ തന്നു, ഇനി ഞാൻ തരൂല. എല്ലാവരും കാണിക്കാനില്ലയോ, എൻ്റെ ഒരു കൈ കറുത്തിരിക്കുന്നു ഒരു കൈ വെളുത്തിരിക്കുന്നതും കാണിക്കാനില്ലയോ എന്നും പറയും. അതുകൊണ്ട് ഇനി നമ്മുടെ കൈ മാത്രമേ ഉള്ളൂ, വാടകയ്ക്ക് എടുക്കാൻ കൈയില്ല നമുക്ക്, ആരും തരൂല്ലെന്നേ. നോക്ക് എത്ര വ്യത്യാസം വന്നിരിക്കുന്നു എൻ്റെ കൈ. അത്ര വ്യത്യാസം വരില്ല എന്നൊന്നും പറയണ്ടത്. നോക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ആ കൈയിൻ്റെ ആ പത്തിഭാഗം നന്നായിട്ട് മുകളിലോട്ട് തന്നെ അതുകൊണ്ട് ആ ചരട് കെട്ടിയിടം തൊട്ട് താഴോട്ട് നോക്കിയിട്ട് എത്ര വ്യത്യാസം വന്നിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ മെനക്കെടണ്ടേ അല്ലേ. അപ്പോൾ പറയും നിങ്ങളൊക്കെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നോക്ക് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എൻ്റെ കൈ. രണ്ട് കൈയും തമ്മിൽ രാത്രിയും പകലും പോലുള്ള വ്യത്യാസമായിട്ടുണ്ട്. ഇനി ആ കയ്യിലും കൂടെ ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു കൈ കറുത്തതും ഒരു കൈ വെളുത്തതുമായിട്ടിരിക്കുന്നു. അത്ര വെളുപ്പമൊന്നുമല്ല കേട്ടോ, ഒരു സാധാരണ നിറം അത്ര തന്നെ. പക്ഷേ ഇടത് കൈക്ക് നല്ല കളർ വന്നിട്ടുണ്ട്. വലത് കൈ ഒരു ചുവപ്പ് കളറും ഇടത് കൈ നല്ല കളറുമായിട്ടുണ്ട്. നോക്ക് നല്ല ഗ്ലേസിങ് ഉണ്ടല്ലേ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്നെങ്കിൽ കറ്റാർവാഴ ജെല്ല് ഉണ്ടാവുമല്ലോ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു തുള്ളി കോക്കനട്ട് ഓയിലെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് രണ്ട് കൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും, ഉടൻ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, ബൈ.